أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب قل أعوذ برب الفلق പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നബി അങ്ങ് പറയുക. എന്തിൽ നിന്ന്? മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച ഒന്നിൻ്റെ ഷെറിൽ നിന്ന്. അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഗാസിഖിൻ്റെ ഷെറിൽ നിന്നും ഇദാ വഖബ്, അത് വെളിവായാൽ. അപ്പോൾ ഇനി അവിടെ എന്താ അർത്ഥം? ഗാസിഖിൻ്റെ ഷെറിൽ നിന്നും ഞാൻ ഫലക്കിൻ്റെ റബ്ബിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഖൗലുഹു തആല, അള്ളാഹിൻ്റെ കൗല്, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദക്കറു ഫിൽ ഗാസിഖ്, ഗാസിഖ് എന്നതിൽ പറഞ്ഞിട്ടുണ്ട് വുജൂഹൻ, പല ന്യായങ്ങളും. അപ്പോൾ അർത്ഥം എന്താ നോക്കുക. അഹദു, ഒന്നാമത്തേത് അന്നൽ ഗാസിഖ ഹുവൽ ലൈലു ഇദാ അളുമ ളലാമുഹു, അപ്പോൾ രാത്രിയാണ് ഗാസിഖ് എന്ന് പറഞ്ഞാൽ. ഇദാ അളുമ ളലാം, അതിൻ്റെ ഇരുട്ട് കഠിനമായാൽ, കഠിനമായ രാത്രിയെ പറ്റിയാണെന്ന് പറയുക ഗാസിഖ് എന്ന് പറയുക. അത് മിൻ ഖൗലിഹി, അള്ളാഹിൻ്റെ ഇലാ ഗസഖിൽ ലൈലി എന്നുണ്ടല്ലോ. വമിൻഹു, അതിൽപ്പെട്ട് തന്നെയാണ് ഗസഖത്തിൽ ഐനു എന്ന് പറയും. ഇദം തലാത്ത് ദംഅൻ, കണ്ണ് ഗസഖ എന്ന് പറയും. ഇദം തലാത്ത് ലംദം, അത് കണ്ണീര് നിറഞ്ഞാൽ. ഗസഖത്ത് ജിറാഹത്തു ഇദം തലാത്ത് ദമൻ, അവയവം ഗസഖത്ത് എന്ന് പറയും. ഇദം തലാത്ത് ദമൻ, അത് രക്തം നിറഞ്ഞാൽ. അപ്പോൾ രാത്രി ശക്തിയായാൽ എന്നർത്ഥം. വഹാദ ഖൗലുൽ ഫറായി അബി ഉബൈദ്, ഈ പറഞ്ഞതൊക്കെ ഫറായിൻ്റെ അബി ഉബൈദയുടെ വാക്കാണ് ഈ പറഞ്ഞ അർത്ഥം. വൻഷദ് ഇബ്നു ഖൈസ് പാടി, ഇന്ന ഹാദൽ ലൈല ഖദ് ഗസഖ വസ്തഖൈതു അല്ലാഹുമ്മ വൽ ആറഖ. വഖാല സജ്ജാജ് പറഞ്ഞാൽ ഗാസിഖ് ഫിൽ ലുഗത്തിൽ ഹുവൽ ബാരിദു, തണുത്തതെന്ന്. വസുമ്യ ലൈലു ഗാസിഖൻ, രാത്രിക്ക് ഗാസിഖ് എന്ന് പേര് പറയാൻ കാരണം ലന്ന അബ്റദ് മിനൻ നഹാർ, ലന്നഹു അബ്റദ് മിനൻ നഹാരി, പകലിനേക്കാൾ തണുത്തത് രാത്രിയാണല്ലോ. വമിൻഹു ഖൗലുഹു, അതിൽപ്പെട്ട അള്ളാഹിൻ്റെ കൗൽ, ഇന്നഹു സംഹരീർ, ഇന്നഹു സംഹരീർ, അസ്സംഹരീർ എന്ന് പറഞ്ഞത്. വസാലിസുഹ, മൂന്നാമത്തേത് കാല ഖൗമൻ, ഒരു ജനത പറഞ്ഞു, അൽ ഗാസിഖ് വൽ ഗസ്സാഖ് ഹുവ സായിലു മിൻ ഖൗലിഹിം, വസായില് ചോദിക്കുന്നവൻ എന്നാണെന്ന്. ഗാസിഖ് ഗസ്സാഖ് എന്നൊക്കെ പറഞ്ഞാൽ വസായിലു ചോദിക്കുന്നവൻ. മിൻ ഖൗലിഹി, അതാ ഒരു കൗലിൽ നിന്ന് പിടിച്ചാണ്. ഗസഖത്തിൽ ഐനു തഗ്സിഖു എന്ന് പറയും. ഗസ്ഖൻ ഇദാ സാലത്ത് ബിൽ മായി, വെള്ളം ചോദിച്ച സായിൽ. സുമ്യൽ ലൈലു ഗാസിഖൻ, സായിൽ എന്ന് വെച്ചാൽ ഇവിടെ ചോദിക്കുന്നവനല്ല, ഒഴുകുന്നു അല്ലേ. വസുമ്യൽ ലൈൽ, രാത്രിക്ക് പേര് വെക്കപ്പെട്ടു ഗാസിഖെന്ന് ലിൻതിസ്വാബി ലലാമിഹി അലൽ അർളി, അതിൻ്റെ ഇരുട്ട് ഭൂമിയുടെ മേൽ ചൊരിഞ്ഞതിന് വേണ്ടി. ആ അർത്ഥമാണ് കേട്ടോ. അമ്മൽ വുഖൂബു ഇതാ വഖബ് എന്ന് പറഞ്ഞല്ലോ. വുഖൂബ് എന്ന് പറഞ്ഞാൽ ഫഹു ദുഖൂലു ബി ഷൈഇൻ, ഫഹുവ ദുഖൂലു ബി, ഒരു ആഖറ, മറ്റൊരു വസ്തുവിൽ കടക്കുക എന്നർത്ഥം. വുഖൂബ് ഇതാ വഖബ്. ബൈസു യഗീബു അനിൽ ഐനി, അതിൻ്റെ തടിയെയും തൊട്ട് അദൃശ്യമാകുന്ന സ്ഥിതിയിൽ ഒരു വസ്തുവിൽ മറ്റൊരു വസ്തുവിൽ പ്രവേശിക്കുന്നതിനെ പറ്റിയ വുഖൂബ് എന്ന് പറയാം. യുഖാലു വഖബ യഖിബു വുഖൂബൻ ഇദാ ദഖല, അപ്പോൾ പ്രവേശിക്കുക എന്നർത്ഥം. വൽ വഖബത്തു വൻ നുഖറത്തു ലന്നഹു യദ്ഖുലു ഫിൽ മാഉ, വഖബത്ത് എന്ന് പറഞ്ഞാൽ നുഖറത്താണ്, കാരണം ലന്നഹു യദ്ഖുലു ഫിൽ മാഉ, കാരണം അതിൽ വെള്ളം കടക്കും. നുഖറത്ത്. വൽ ഈഖാബ് ഇദ്ഖാലു ഷൈഇ ഫിൽ വഖബത്തി, ഈഖാബ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു വഖബത്തിൽ പ്രവേശിക്കലാണ്. ഹാദാമായത്തല്ലക്കു ഫിൽ ലുഗത്ത്, ഇത് ഈ ലുഗത്തുമായി ബന്ധിച്ചതാണ്. വലിൽ മുഫസ്സിരീന ഫിൽ ആയത്തി അഖ്വാൽ. അപ്പോൾ ഈ ലുഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വഖബത്ത് എന്താണെന്ന് നോക്കണം കേട്ടോ. വഖബത്ത് വൽ വഖബത്ത് വൻ നുഖറത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി വലിൽ മുഫസ്സിരീന ഫിൽ ആയത്തി അഖ്വാൽ, മുഫസ്സിരീങ്ങൾക്ക് ഈ പറഞ്ഞതിൽ പല വാക്കുകളുണ്ട്.
അഹദ് ഒന്നാമത്തത് അന്നൽ ഖാസിക്ക് ഇതാ വക്കബ് എന്ന് പറഞ്ഞാൽ അന്നൽ ഖാസിക്ക ഇതാ വക്കബ് ഹുവൽ ലൈലു രാത്രിയാണ് ഇതാ ദഖലാന്ന് അന്നൽ ഇതാ വമിൻ ശർരി ഖാസിഖിൻ ഇതാ വക്കബ്. അപ്പോൾ ഖാസിഖിൻ ഇതാ വക്കബ് എന്ന് പറഞ്ഞാൽ ഹുവൽ ലൈലു ഇതാ ദഖല രാത്രി പ്രവേശിച്ചാൽ എന്നാണ് അർത്ഥം. വൈന്നമ അമറ അള്ള കൽപ്പിച്ചു യുതാബദ മിൻ ശർരി ലൈലി രാത്രിയുടെ ഷെറിൽ നിന്ന് കാവൽ ചോദിക്കാൻ അള്ള കൽപ്പിച്ചു. കാരണം ലന്ന ഫിൽ ലൈലി യഖ്റുജു സിബാഉ മിൻ ആജാമിഹ വൽ ഹവാമു മിൻ മക്കാനിഹ രാത്രിയിലാണ് പിടിമൃഗങ്ങളും അതുപോലെ തന്നെ പ്രാണികളൊക്കെ അതിൻ്റെ സ്ഥലങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്. വയഹുജുമു സാരിഖു വൽ മുക്കാബിറു അതുപോലെ തന്നെ കള്ളനും വൽ മുക്കാബിറുകളും എന്ത് ചെയ്യുക ഹജ്മ ചെയ്യുന്നത്. വയഖൗൽ ഹരീഖ് സംഭവിക്കുന്നത്. വയഖില്ലു ഫിൽ ഗൗസു സഹായം കുറയുകയും അഗ്നി സംഭവിക്കൽ ഹരീഖ് അല്ലെ ഹർക്ക് തീപിടുത്തമൊക്കെ സംഭവിക്കുന്നത്. അവിടെ സഹായം കുറയുന്നതൊക്കെ രാത്രിയിലാണല്ലോ. വലുതാലിക്ക ഇക്കാരണത്തിന് വേണ്ടി ലൗ ഷഹറ മുഅ്തദിൻ സിലാഹൻ അല ഇൻസാനിൻ ഒരക്രമി രാത്രിയിൽ അവൻ്റെ ആയുധത്തെ പ്രത്യക്ഷമാക്കിയാൽ അങ്ങനെ ഫഖത്തലഹു അൽ മഷൂർ അലൈഹി ലാ യൽസമുഹു ഖിസാസുൻ അവ മഷൂറൻ അലൈഹി അവനെ കൊന്നുകളഞ്ഞാൽ ലാ യൽസമുഹു അവനക്ക് ഖിസാസ് നിർബന്ധമില്ലാന്ന്. ഒരക്രമി ഒരാളെ ആക്രമിച്ചു, അപ്പോൾ ആക്രമിക്കപ്പെട്ട ആൾ അവനെ കൊന്നാൽ അവന് ഖിസാസില്ല എന്ന് പറഞ്ഞ്. വലൗകാന നഹാറൻ പകലാണെങ്കിൽ എൽസം അത് നിർബന്ധം. കാരണം ലന്നഹു ലാ യൂജദു ഫിൽ ഖൗസു കാരണം ലന്നഹു യൂജദു ഫിൽ ഖൗസ് അതിൽ സഹായം ഉണ്ടാകുമല്ലോ. പകലിലാണെങ്കിൽ അത് ഖിസാസ് ഉണ്ടാകും. വഖാല ഖൗമൻ ഒരു ജനങ്ങൾ പറഞ്ഞു ഇന്ന ഫിൽ ലൈലി തൻതശിറുൽ അർവാഹ് അൽ മൂദിയത്തു അൽ മുസമ്മാത്തു ബിൽ ജിന്നി വശയാത്തീൻ രാത്രിയിലാണ് റൂഹുകൾ അൽ ജിന്ന് ഇൻസ് ജിന്ന് ശൈത്താൻ എന്നൊക്കെ പേര് വെക്കപ്പെട്ട മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന റൂഹുകൾ ആത്മാക്കൾ പരക്കുന്നത് രാത്രിയിലാണ്. വദാലിക്ക അത് ലിഅന്ന ഖുവത്ത ശുയാഇ ശംസി കന്നഹ തഖ്ഹറുഹും പോലെയാണ്. സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ ശക്തി കിരണങ്ങളുടെ ശക്തി കന്നഹ തഖ്ഹറും അത് അവരെ അതിജയിക്കും. അമാബി ലൈലി ഫയസുലഹും നൗ ഇസ്തീലായി അപ്പോൾ രാത്രിയിൽ അവർക്ക് ഇസ്തീല ആധിപത്യത്തിൻ്റെ ഒരു ഇനം അവർക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും രാത്രിയിലാണ് ഭൂമിയിൽ പരക്കുക എന്ന്. വസാനിഹ രണ്ടാമത്തേത് അന്നൽ ഖാസിഖ ഇദാ വഖബ ഹുവൽ ഖമറു എന്നാണ്. ഖാസിഖ ഇദാ വഖബ എന്ന് പറഞ്ഞ ഉദ്ദേശം ഹുവൽ ഖമറു അത് ചന്ദ്രനാണ്. ഖാലിബിന് ഖുത്തൈബ പറഞ്ഞാൽ ഖാസിഖുൽ ഖമർ ഖാസിഖ് ഖമറാണ്. സുമ്യ ബിഹി അതിനങ്ങനെ പേര് പറയാൻ കാരണം ലിഅന്നഹു യുക്സഫു വ യുഗ്സഖു അതായത് അതിൻ്റെ പ്രകാശം പോവുകയും അത് കറക്കുകയും ചെയ്യും. അപ്പോൾ വുഖൂബുഹു ദുഖൂലു ഫി ദാലിക്കൽ ഇസ്ഫിദാദീന ഇതാ വഖബ് എന്ന് പറയുമ്പോൾ അപ്പോൾ വുഖൂബിൻ്റെ അർത്ഥം എന്താ അത് കറുപ്പിൽ പ്രവേശിക്കുക അങ്ങനെ പ്രകാശം പോയിട്ട് അത് ഇരുട്ടാകുക എന്നാണ്. റവാ അബൂ സലമ അൻ ആയിഷ ബിയെ തൊട്ട് അബൂ സലമ റിവായത്ത് ചെയ്തു അന്നഹു അഖദ റസൂലുള്ളാഹി ബിയദിഹ നബിതങ്ങൾ ആയിഷാബിയുടെ കൈ പിടിച്ചു. അശാറയിൽ ഖാമു രണ്ട് സൂര്യനിലേക്ക് സൂചിപ്പിച്ചു. കാലാണ്ട് പറഞ്ഞു ഇസ്തഈദ് ബില്ലാഹി മിൻ ശർരി ഹാദാ ഇതിൽ നിന്ന് നീ അള്ളാഹിനോട് കാവൽ ചോദിക്കുക. ഫൈനഹുൽ ഖാസിഖു ഇദാ വഖബ ഇതാണ് ഈ ഖാസിഖ് മിൻ ശർരി ഖാസിഖിൻ എന്ന് പറഞ്ഞാൽ ഖാസിഖൻ ഇദാ വഖബ ഇതാണ്. ഖാല ഇബ്നു ഖുതൈബ പറഞ്ഞു മാനാ ഖൗലിഹി തഅവദി ബില്ലാഹി അള്ളാഹിൻ്റെ കൗലുണ്ട് തഅവദി ബില്ലാഹി മിൻ ശർരിഹി ഇദാ വഖബ എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഈ നബിതങ്ങളുടെ കൗല് തഅവദി നീ ആയിഷാബിയോട് പറഞ്ഞു നീ അള്ളാഹിനോട് കാവൽ ചോദിക്കുക മിൻ ശർരിഹി ഇതിൻ്റെ ഷെറിൽ ഇദാ വഖബ എന്ന് പറഞ്ഞു. ഇദാ ദഖല ഫിൽ ഖുസൂഫി അത് ഗ്രഹണം ബാധിച്ചാൽ അപ്പോൾ ചന്ദ്രന് ഗ്രഹണം ബാധിക്കുമ്പോൾ നീ അതിൽ നിന്ന് അള്ളാഹിനോട് സഹായം തേടാന്ന് കാവൽ ചോദിക്കുക. വൈന്ദി ഫിഹി വജുഹൻ എൻ്റെ അടുക്കൽ അതിനൊരു വജുഹുണ്ട്. വാഹുവ അതെന്താ അന്നഹു സഹ ശരിയായി വന്നിട്ടുണ്ട് അന്നൽ ഖമറ ഫി ജിർമിഹി ഒയറു മുസ്തനീരിൻ ബൽഹുവ മുസ്ലിമൻ ഖമർ അതിൻ്റെ തടി അത് പ്രകാശിക്കുന്നതല്ല ബൽഹുവ മുസ്ലിം അത് ഇരുട്ടാണ്.
ഫാദാഹുവൽ മുറാദു ബി കൗനി ഖാസിഖൻ, അതാണ് ഖാസിഖ് എന്ന് പറഞ്ഞത്. വമ ഉഖൂബു വഹുവ ഇൻമിഹാഉ നൂരിഹി ഫി ആഖിരി ശൈരി. അപ്പോൾ അതിൻ്റെ ഉഖൂബ് എന്ന് അർത്ഥം ഇതാ വഖബ എന്ന് പറഞ്ഞാൽ ഫഹുവ ഇൻമിഹാ, അതിൻ്റെ പ്രകാശം പോകാം. ഫി ആഖിരി ശൈരി, വർഷത്തിൻ്റെ മാസാവസാനം. അതാണ് വൽ മുനജ്ജിമൂന യഖൂലൂന, മുനജ്ജിമീങ്ങൾ നക്ഷത്രശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഇന്നഹു ഫി ആഖിരി ശൈരി യക്കൂനു മൻഹൂസൻ, അത് മൻഹൂസാകും വർഷാവസാനം മാസാവസാനം. ഖലീലൽ ഖുവ്വത്താകും, ശക്തി കുറഞ്ഞതാകും. നഹ്സ് ബാധിച്ചതാകും, അതിന് ശക്തി കുറഞ്ഞതാകും. കാരണം ലിഅന്നഹു ലാ യസാലു യൻതഖിസു നൂറുഹു, അതിൻ്റെ പ്രകാശം കുറഞ്ഞുകൊണ്ടിരിക്കും. ഫബി സബബി ദാലിക തസ്ദാദു നുഹൂസത്തു, ഇത് കാരണം അതിൻ്റെ നുഹൂസത്ത്, അതിൻ്റെ നഹ്സ് എന്ത് ചെയ്യും, വർദ്ധിക്കും. വലുതാലിക, ഇക്കാരണത്തിന് വേണ്ടിയാണ് ഫൈന സഹറത്ത് സാഹിര്യങ്ങൾ ഇന്നമായ ഇസ്തഖിലൂന ബി സഹറത്തിൽ മൊരിസിൽ തംരീലി ഫി ആദൽ വഖ്തി, അവർ ജോലിയാകും, സാഹിര്യങ്ങൾ സിഹർ കൊണ്ട് ജോലിയാകും ഈ സമയത്ത്. രോഗത്തെ ഉണ്ടാക്കി തീർക്കുന്ന സിഹർ കൊണ്ട് അവർ ജോലിയാകുന്നത് ഈ സമയത്താണ്. വാദ മുനാസിബൻ, ഇത് പറഞ്ഞത് യോജിച്ചതാണ്. ഈ സബി നുസൂലി സൂറ, ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണത്തോട് യോജിച്ചതല്ലേ. കാരണം ഫൈനമാ നസലത്ത്, ഈ സൂറത്ത് ഇറങ്ങിയത് ഈ അജിലി അന്നഹും സഹറുൻ നബി അലി അജിലി തംരീദ്, രോഗം ഉണ്ടാക്കാൻ വേണ്ടി നബിക്ക് അവർ സിഹർ ചെയ്ത കാരണത്തിന് വേണ്ടിയാണല്ലോ ഈ സൂറത്ത് ഇറങ്ങിയത്. അപ്പോൾ ഈ പറഞ്ഞത് ഖാസിഖിന് ഇദാ വഖബ് എന്ന് പറഞ്ഞത് എന്താണ്, ചന്ദ്രന് ഗ്രഹണം ബാധിച്ചാൽ എന്നാണ് ഉദ്ദേശം എന്ന അർത്ഥത്തിനോട് യോജിക്കുന്നുണ്ട്. അപ്പോൾ സാലിസ, മൂന്നാമത് ഖാല ഇബ്നു സൈദ് പറഞ്ഞാൽ ഖാസിഖ് ഇദാ വഖബ് എന്ന് പറഞ്ഞാൽ യനി സുറയ്യ ഇദാ സഖത്തത്ത്, സുറയ്യ നക്ഷത്രമാണ് ഇദാ സഖത്തത്ത്, അത് താഴ്ന്നാൽ. ഖാല വ കാനത്തിൽ അസ്ഖാമു തക്സുർ ഇന്ദ വുഖൂഹ, അതിൻ്റെ വുഖൂഹിൻ്റെ സമയത്താണ് രോഗം വർദ്ധിക്കുന്നത്. സുറയ്യ നക്ഷത്രം അത് വീഴുന്ന സമയത്താണ് രോഗം അധികരിക്കുക. അപ്പോൾ തർത്തഫിയുന്ത തുലുഐഹ, ആ രോഗം മാറും, അത് ഉയരുന്ന സമയത്ത്, അത് വെളിവാകുന്ന സമയത്ത്, അത് വെളിപ്പെടുന്ന സമയത്ത് രോഗം മാറും. അത് അപ്രത്യക്ഷമാകുമ്പോൾ രോഗം അത് വർദ്ധിക്കുന്നത്. വാലാഹാദ തുസമ്മ സുറയ്യ ഖാസിഖ്, അപ്പോൾ ഇത് പ്രകാരം സുറയ്യക്ക് ഖാസിഖ് എന്ന് പറയാം. ലിൻതിസാബിഹി ഇന്ദ വുഖൂഇ ഫിൽ മഗ്രിബി, മഗ്രിബിൽ അത് സംഭവിക്കുന്ന സമയത്ത് അത് പരന്നതിന് വേണ്ടി. വഖൂബു എന്ന് വെച്ചാൽ ദുഖൂലു താത്തൽ അർദീന വഗൈബത്തുഹു അനിൽ ആയുനി, അത് സംഭവിക്കാൻ അത്. അപ്പോൾ ഇതാ ഖാസിഖ് ഇതാ വഖബ് എന്ന് പറഞ്ഞാൽ വുഖൂബ് എന്താ ഉദ്ദേശം, ദുഖൂലു താത്തൽ അർദി, ഭൂമിക്ക് താഴെ അത് പ്രവേശിക്കാന്നാണ്. വഗൈബത്തു അനിൽ ആയുനി, കണ്ണിനെ തൊട്ടത് അപ്രത്യക്ഷമാവുക എന്നാണ് ഉദ്ദേശം. അപ്പോൾ അതെന്ത് ചെയ്യുക, അസ്തമിക്കുക എന്നാണ് ഉദ്ദേശം. മറ്റത് തുലു എന്ന് വെച്ചാൽ അത് പ്രത്യക്ഷപ്പെടുക. വറാബിയോ, നാലാമത് കാല സാഹിബുൽ കശാഫ് പറഞ്ഞിട്ടുണ്ട്. സാഹിബുൽ കശാഫ് പറഞ്ഞു യജൂസു അൻ യുറാദ ബിൽ ഖാസിഖി, ഖാസിഖ് കൊണ്ട് ഉദ്ദേശിക്കൽ ജായിസാണ്. അൽ അസ്വദു മിനൽ ഹയ്യാത്തി, പാമ്പുകളിൽ നിന്ന് കറുത്ത പാമ്പുകൾ. വഖൂബുഹു എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം, ലർബുഹു വ നഖബുഹു, അതിൻ്റെ അടിയും അല്ലെങ്കിൽ അതിൻ്റെ കടിയൊക്കെയാണ്. വൽ വഖബു വ നഖബു വാഹിദ്, നഖബ് എന്ന് പറഞ്ഞാൽ വഖബ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. വാലം നീർ അന്നഹാദ താവീൽ, ഈ താവീലൊക്കെ അൽഗാഫുൽ വുജൂഹിൽ മദ്കൂറ, പറയപ്പെട്ട ന്യായങ്ങളിൽ ഏറ്റവും ബലഹീനമായതാണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ. വഹാമിസുഹ, അഞ്ചാമത്തേത് അൽ ഖാസിഖ് ഇദാ വഖബ് ഹുവ ശംസു, സൂര്യനാണ് ഉദ്ദേശം. ഇതാ ഖാബത്ത്, അത് അസ്തമിച്ചാൽ. വൈനമാ സുമ്യത്ത് ഖാസിഖൻ, സൂര്യനെ പറ്റി ഖാസിഖ് എന്ന് പറയാൻ കാരണം ലിഅന്നഹാഫിൽ ഫലക്കി തസ്ബഹു, അത് അതിൻ്റെ ചക്രവാളത്തിലൂടെ അത് നീന്തുകയാണ്. ഫസമ്മ ഹർക്കത്തഹ, അപ്പോൾ അതിൻ്റെ ഹർക്കത്തിനെയും ജറിയാന, അതിൻ്റെ നടത്തത്തെയും പറ്റി ബിൽ ഖസഖ് എന്ന് പറഞ്ഞതാണ്. വുഖൂബുഹ, അതിൻ്റെ വുഖൂബ് എന്ന് വെച്ചാൽ ഗൈബത്തുഹയാണ്, അത് അപ്രത്യക്ഷമാകലാണ്. വദുഖൂലുഹ തഹത്തൽ അർള്, അത് ഭൂമിയുടെ താഴെ സംഭവിക്കൽ, അത് കറങ്ങി
നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുക, അത് അസ്തമിക്കലാണ് ഉദ്ദേശം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.